അനേകം വ്യക്തികൾക്ക് സ്വർഗം എന്ന ഒരു സംഗതി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് വ്യക്തികളുടെ ഹൃദയത്തിലൊരു സംശയമുണ്ട്. സ്വർഗം ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനമുണ്ട്. പക്ഷേ ഈ സ്വർഗം ഉണ്ടോ? ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള സംശയമായി പലരുടെയും ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ സുഖം അങ്ങനെ വിട്ടുകളഞ്ഞാൽ സ്വർഗം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ എടുക്കുന്ന കഷ്ടപ്പാടെല്ലാം വെറുതെ ആവില്ല എന്ന് ചിന്തിച്ച് കുറച്ച് പേര് ഇപ്പോഴും ലോകത്തിൻ്റെ പിടിവിടാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. സ്വർഗമുണ്ടോ എന്നുള്ളതാണ് വിഷയം. ബൈബിളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? കാരണം സ്വർഗത്തിൽ നിന്നാണ് യേശു വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 38-ാം തിരുലിഖിതം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അപ്പോൾ യേശു തന്നെ പറയുകയാണ്, യേശു വന്നത് സ്വർഗത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 51-ാം തിരുലിഖിതം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. യേശു എവിടെ നിന്ന് വന്നുവെന്നാണ് ലോകത്തെ പഠിപ്പിച്ചത്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന വ്യക്തിയാണ് യേശു എന്നാണ് യേശുവിനെ കുറിച്ച് തന്നെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിൽ നിന്നും വന്ന യേശുവാണ് നമ്മളെ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായും ഞാനും നിങ്ങളും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. സംശയം ഒട്ടും അരുത്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശു മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 51-ാം തിരുലിഖിതം. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ഈ ഭൂമിയിൽ നിന്നും എങ്ങോട്ടാണ് പോയത്? ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് കരേറി, അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ നിന്നും സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും. ഹല്ലേലൂയ. അപ്പോൾ യേശു എങ്ങോട്ട് പോയി എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്? മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അത് സ്ലീഹന്മാർ അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാം അധ്യായം 55-ഉം 56-ഉം തിരുലിഖിതങ്ങൾ, അവിടെ വചനം പഠിപ്പിക്കുകയാണ്, എസ്തപ്പാനോസ് എന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യനെ മതവിരോധികൾ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ മരണത്തിൻ്റെ വക്കത്തെത്തിയ എസ്തപ്പാനോസ് അവൻ ഒരു ദൃശ്യം കണ്ട് ആ ദൃശ്യം ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താണ് ദൃശ്യം കണ്ടത്? ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു
പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായി നിൽക്കുന്നതായി എസ്തപ്പാനോസ് കണ്ടു. എസ്തപ്പാനോസ് ആ ദൃശ്യത്തെ സ്ഥിരീകരിച്ചു. അപ്പം സ്വർഗത്തിലേക്ക് പോയ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും നിൽക്കുന്നതുമായി എസ്തപ്പാനോസിന് കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ 55-56 വാക്യങ്ങളിലാണ് നാം ഇത് വായിക്കുന്നത്. വേറൊരു വാക്യം പറഞ്ഞാൽ, യേശു സ്വർഗത്തിൽ നിന്നും നമ്മുടെ ഇടയിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ഇടയിൽ 33 വർഷക്കാലം ജീവിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് തന്നെ തിരികെ കയറി. ഹല്ലേലൂയ. അവൻ സ്വർഗാരോഹണം ചെയ്ത് ദൈവം അവനെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവാണ് നമ്മളെ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത്, തൻ്റെ പരസ്യ ജീവിത കാലത്ത് യേശു പ്രബോധനം കൊടുത്തപ്പോൾ യേശു കൊടുത്തിരുന്ന അടിസ്ഥാനപരമായ പ്രബോധനം എന്താണ്? യേശു കൊടുത്തിരുന്ന അടിസ്ഥാനപരമായ പ്രബോധനം, നിങ്ങൾ പിതാവിൻ്റെ പക്കലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, സ്വർഗത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 33-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങളെ കരുതുവീൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നല്ല ഉറപ്പുള്ള ഒരു സ്ഥലമാണ് സ്വർഗമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപം ചെയ്താൽ എന്നാണ് പൊട്ടിപ്പൊളിഞ്ഞു പോകണമെന്ന് ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ കൊണ്ട് പണം ഇട്ടാലും അതൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും കാലത്ത് പൊടുന്നതിനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു എന്നുള്ള വാർത്ത വരും. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് നിക്ഷേപം ഒരിക്കലും പൊളിയാത്ത ഒരു ബാങ്കിൽ നിക്ഷേപം കരുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊളിയാത്തൊരു ബാങ്കുണ്ട്. അതാണ് സ്വർഗത്തിലെ ബാങ്ക്. അവിടെ നിങ്ങൾക്കായി നിക്ഷേപത്തെ കരുതണം. യേശു കൽപ്പിച്ചു, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങളെ കരുതുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയില്ല. ഇവിടെ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെച്ചെന്ന് വിചാരിക്കുക. ഇവിടെ നിക്ഷേപങ്ങളെ കരുതി വെച്ചാലും പൊടുന്നനെ ഇടിപിടി എന്ന് പറഞ്ഞ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതി, എല്ലാം തവിടുപൊടിയായി. ഈ കരുതി വെച്ചെല്ലാം ആര് കൊണ്ടുപോകും? ഈ കരുതി വെച്ചതിനെ പ്രതി പിന്നെ വീട്ടിൽ കിടന്നുണ്ടാകുന്ന വഴക്കിന് വല്ല കണക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ മക്കളുടെ സമാധാനങ്ങൾ അതുവഴി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപത്തെ കരുതിയാൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും ആ നിക്ഷേപം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. ആ യമൻ രാജ്യത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ആ യമൻ രാജ്യത്തുള്ള ഏദൻ പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഏദൻ പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു കാറിലൂടെ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഈ പില്ലറുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്ന, തുരുമ്പിച്ച കമ്പിയുമായി നിൽക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ സ്കെൽട്ടൻ അവിടെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ സ്കെൽട്ടനായിരുന്നു, ഇതെന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. ഇത് പൈസ ഇല്ലാത്തതുകൊണ്ട് പണിയാത്തതാണോ അല്ലെങ്കിൽ ബാങ്ക് പൊളിഞ്ഞു പോയതുകൊണ്ട് പണിയാത്തതാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഇത് പണിയാൻ ആഗ്രഹിച്ച ഇതിൻ്റെ മുതലാളി ഒരു വലിയ ധനാഢ്യനായിരുന്നു. ആ യമൻ രാജ്യത്ത് വെച്ച് തന്നെ തലയെടുപ്പുള്ള ഗംഭീരനായൊരു മുതലാളിയായിരുന്നു ഈ റിസോർട്ട് പണിയാൻ. ഏദൻ തുറമുഖ പട്ടണമാണ്. എല്ലാ വിനോദസഞ്ചാരികളും അവിടെ വരും. ഏദൻ പട്ടണത്തിൽ തുറമുഖം കൂടിയാണ്, വളരെ നല്ല സ്ഥലമാണ്. അപ്പോൾ ആ തുറമുഖ പട്ടണത്തിൽ വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള വലിയൊരു ഹോട്ടൽ പണിയാൻ വേണ്ടിയാണ് ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിട്ട് അതിൻ്റെ പില്ലർ, അതിൻ്റെ ബീം, അതിൻ്റെ എല്ലാം വാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർത്തുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഈ മഹാധനവാനായ മുതലാളി ലോക്കറിലാണ്. അവിടെ എല്ലാം ബാങ്കിൽ വഴി ഒന്നല്ല, ഇവർ ഒരു യമൻ രാജ്യം ആയതുകൊണ്ട് കുറച്ചൊക്കെ ലോക്കറിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം കണക്ക് ഗവൺമെൻറ്റിന് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഈ പണവും സ്വർണ്ണവും ഒക്കെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ആ ലോക്കർ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. ഈ ലോക്കർ ചില നമ്പറുണ്ട്, അതിൻ്റെ ലോക്കർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുരക്ഷിത സംവിധാനമുള്ള സംഗതിയാണ്. എല്ലാവർക്കും അതിൻ്റെ നമ്പർ, അതിൻ്റെ തുറക്കാനുള്ള കീ ഒന്നും പറഞ്ഞു കൊടുക്കുകയില്ല. ഒരു ചെറിയ കോഡുണ്ട്, അത് എല്ലാവർക്കും അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നൊരു കോഡാണ്. അത് ഈ മുതലാളിക്ക് മാത്രമേ അറിയുള്ളൂ. മുതലാളിയുടെ നേരിട്ടുള്ള കൺട്രോളിലാണ് ഈ ലോക്കർ ഇരിക്കുന്നത്. ആ ലോക്കറിൽ മുതലാളി ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉള്ള സമയത്ത് അത് അറിയാതെ ലോക്കർ അങ്ങനെ അടഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുതലാളി അതിനുള്ളിൽപ്പെട്ട് ആ ദേശത്തുള്ള വാസികൾ പറയുകയാണ്, ആരും അറിഞ്ഞില്ല. മുതലാളി എവിടെ? മുതലാളിനെ കാണാനില്ല.
ആരോ തട്ടിക്കൊണ്ട് പോയെന്നും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ പറയുന്നെങ്കിലും കുറേ നാൾ കഴിഞ്ഞ് ചില മണവും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പിന്നീട് വളരെ വൈകിയാണ് ഇതിനുള്ളിൽ ആൾ പെട്ടുപോയ കാര്യം അറിയുന്നത്. അതിനുള്ളിൽ കിടന്ന അയാൾ മരിച്ച്. പിന്നെ ആ ബിൽഡിംഗ്, അദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശ രാജ്യങ്ങൾ, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലൊക്കെയാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ ഇനി യമൻ രാജ്യത്തേക്ക് വരണില്ല. അങ്ങനെ അത് അവിടെ കിടക്കുക. പിന്നെ ആരും അത് പ്രൊസീഡ് ചെയ്യാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിയേൻ, ഒരുപാട് സമ്പത്ത് അദ്ദേഹം കരുതി വെച്ച് പൊടുന്നനെ ഓൾ ഓൺ എ സഡൻ എല്ലാം നിന്ന് അദ്ദേഹം ഈ രാജ്യം വിട്ട് പോകേണ്ടി വന്നു, ഈ ലോകം വിട്ട് പോകേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കരുതി വെച്ച്, ഇവിടെ കൂട്ടി വെച്ച്, ഇവിടെ ഇങ്ങനെ എണ്ണി 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 അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പൊടുന്നനെ എല്ലാം വിട്ട് അതാ മുകളിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ശേഖരിച്ച് വെക്കാൻ ഉറപ്പുള്ള ഒരു രാജ്യമല്ല ഈ ലോകമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ കരുതി വെക്കുന്ന ഈ സമ്പത്തെല്ലാം ഞാനും നിങ്ങളും അനുഭവിക്കുമെന്ന് ഉറപ്പ് വിചാരിക്കരുത്. ഹല്ലേലൂയ. ഇത് ഏത് സെക്കൻഡ് ആരുടെ കൈ ചെന്ന് ചേരുമെന്ന് ആർക്കറിയാം? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ ലോകത്തിൻ്റെ ഉറപ്പ്. എന്നാൽ യേശു ഒരു രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അതാണ് വരാനിരിക്കുന്ന നിത്യമായ രാജ്യം. ആ നിത്യ രാജ്യത്തിൽ നിക്ഷേപങ്ങളെ കരുതുക എന്ന് യേശു നമുക്ക് പറഞ്ഞു തന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൽ 33-ാമത്തെ തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങളെ കരുതുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിത്യമായ രാജ്യമാണ് സ്വർഗരാജ്യം. യേശു വീണ്ടും സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യേശു പറയുകയാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 9-ാം വാക്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് യേശു പഠിപ്പിക്കുന്നത്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചിന്ത ചിന്തിച്ച് നോക്കിയേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിൽ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശു വീണ്ടും പ്രബോധനം കൊടുത്തു. യേശു പ്രബോധനം കൊടുത്ത് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവർക്ക് നിങ്ങൾ അത്താഴം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നിങ്ങളെ വേറൊരു ദിവസം അവർ വിളിച്ച് നിങ്ങൾക്ക് തിരിച്ചും ഒരു അത്താഴം തരും. അതോടുകൂടി എല്ലാം ക്ലോസ് ആവും, ന്യൂട്രലായി പോകും. എന്നാൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് ഒരു അത്താഴം കൊടുത്താൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന വിധത്തിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ഈശോ കൽപ്പിച്ച്. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ ശിഷ്യന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിൽ വെള്ളം കൊടുക്കുമ്പോഴാണെങ്കിലും, ഈ ഭൂമിയിൽ ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോഴാണെങ്കിലും, ഒരു ശിശുവിനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇതുപോലൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവനെ സ്വർഗത്തിൽ പിതാവ് അംഗീകരിക്കും, പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ എന്തു തന്നെ ചെയ്താലും ഈ ഭൂമി ജീവിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ചിന്ത സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റിയുള്ള ചിന്തയായിരിക്കണമെന്ന് നമ്മുടെ രക്ഷിതാവ് ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ യേശു ഈ ഭൂമുഖത്ത് പഠിപ്പിച്ചപ്പോൾ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു സ്വർഗം, സ്വർഗത്തിലുള്ള പിതാവിനോട് കൂടെയുള്ള ജീവിതം. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1027-ാം ഖണ്ഡികയിൽ സ്വർഗത്തെക്കുറിച്ച് സഭ നൽകുന്ന പ്രബോധനം ശ്രദ്ധിക്കുക. ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. ഇതാണ് സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ച് അപ്പസ്തോലിക സഭ ലോകത്തിലുള്ള എല്ലാ മക്കളെയും പഠിപ്പിക്കുന്നത്. ദൈവത്തോടും ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും യൗസേ പിതാവിനോടും തോമാസ് ശ്ലീഹായോടും എല്ലാ ശ്ലീഹന്മാരോടും പ്രവാചകന്മാരോടും വിശുദ്ധന്മാരോടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം വഴി വേർപെട്ട് പോയി പുണ്യജീവിതം നയിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും കൂടിയുള്ള ഭാഗ്യപ്പെട്ട ഒരു ജീവിതമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, അത് എത്ര വിവരിച്ചാലും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു രാജ്യമല്ല പിതാവിൻ്റെ രാജ്യം. ഹല്ലേലൂയ. നമ്മുടെ ഭാവന കൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാൾ അതീതമായ ഒരു രാജ്യമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിത്യമായ രാജ്യം.
അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, 1027 ഖണ്ഡികയിൽ CCC പഠിപ്പിക്കുകയാണ്, അത് എല്ലാ വിവരണത്തിനും എല്ലാ ഗ്രഹണശക്തിക്കും അതീതമായ ഒരു സംഗതിയാണ് സ്വർഗരാജ്യം. ബൈബിൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ഒരു നിത്യ സൗഭാഗ്യമാണ്. 1 കൊരിന്തോസ് 2:9 ബൈബിൾ തന്നെ പഠിപ്പിക്കുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നവ കണ്ണ് കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അത്രമാത്രം മനുഷ്യൻ്റെ ഗ്രഹണശക്തിക്കും മനുഷ്യൻ്റെ ഭാവനയ്ക്കും അതീതമായ ഒരു സംവിധാനമാണ് ദൈവരാജ്യം. യുവജന മതബോധന ഗ്രന്ഥം യുകാറ്റ്, ഇതിൽ ബെനഡിക്റ്റ് പാപ്പ ഇതിനെക്കുറിച്ച് യുവജനങ്ങളെ പഠിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. യുവജന മതബോധന ഗ്രന്ഥം 158-ാമത്തെ ഖണ്ഡികയിലാണ് മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് യുവജനങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ത്രിയേക ദൈവത്തോടും കൂടെ നമുക്ക് എന്നേക്കും സന്തോഷിക്കാൻ കഴിയും. അത് ഒരു നിമിഷമാണ്, അതിന് ആരംഭമില്ല അവസാനമില്ല, അതങ്ങനെ അനന്തമായ ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും കൂടെ ദൈവത്തോടൊപ്പം അനന്തമായി സന്തോഷിക്കുന്ന ആ ഒരു ഭാഗ്യപ്പെട്ട അവസ്ഥ എന്ന് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ ലെവിസ് എന്ന് പറയുന്നൊരു മഹാപണ്ഡിതൻ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ അതിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരമ്മയുടെ ഗർഭപാത്രം അത് ആ കുട്ടിക്ക് ഇങ്ങനെ വളഞ്ഞു കടക്കാൻ പറ്റിയ വിധത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ശരിയല്ലേ? അത് ആ ഗർഭപാത്രത്തിൽ ആ കുട്ടി വളരെ സന്തോഷമായി കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഗർഭപാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ആ കുഞ്ഞിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുള്ളതാണ് ഗർഭപാത്രം. ശരിയല്ലേ? അതുപോലെ നമ്മളെ സ്വർഗത്തിൽ നമുക്കുള്ളൊരു വീടുണ്ട്, നമുക്കൊരു ഇടമുണ്ട് സ്വർഗത്തിൽ, നമുക്കൊരു കൊട്ടാരമുണ്ട്, ഒരു വീട്, ഒരു സ്ഥലം. ആ സ്ഥലം കാണുമ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടുള്ളതാണെന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ തോന്നും. ഒരു ബാറ്ററി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ബാറ്ററി ഒരു കേസിനകത്തല്ലേ തരണത്, അല്ലേ? ആ കേസ് ആ ബാറ്ററിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരിയല്ലേ? ആ കേസിനകത്ത് നമുക്കൊരു കപ്പളങ്ങി എടുത്ത് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ കോഴിമുട്ട വെക്കേണ്ട സ്ഥലം കണ്ടിട്ടുണ്ടോ? അത് ആ കോഴിമുട്ടയ്ക്ക് മാത്രം ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്, അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേമാതിരി ഇതാ യുവജന മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്കന്ന് മനസ്സിലാവും, കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്ക് ആകുമ്പോൾ തൊട്ടാണ് നിങ്ങൾക്ക് ഒരു സമാധാനം വരുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് എന്ത് തലകുത്തി മറിഞ്ഞാലും, ജോലി കിട്ടിയാലും പണം കിട്ടിയാലും സ്വർണം കിട്ടിയാലും സാരി കിട്ടിയാലും പിന്നെ കല്യാണം നടന്നാലും മക്കളുണ്ടായാലും വീട് വെച്ചാലും ഓസ്ട്രേലിയ പോയാലും ഒക്കെ സമാധാനം എന്ന് വിചാരിക്കരുത്. അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ബാറ്ററിക്ക് ബാറ്ററി കേസ് ഉള്ളതുപോലെ, സ്വർണം വെക്കാൻ സ്വർണത്തിന് ചെപ്പുള്ളതുപോലെ, രത്നങ്ങൾ വെക്കാൻ രത്നത്തിൻ്റെ ആ ചെപ്പുള്ളതുപോലെ നമുക്ക് വേണ്ടി മാത്രം സ്വർഗത്തിൽ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഞാൻ നിങ്ങൾ അർഹരായി തീരുമ്പോൾ മാത്രമാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മുടെ മുഖത്ത് നോക്കിയാൽ നരിച്ചീറ് കടിച്ച പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ ഈ ഭൂമിയിൽ നിത്യത നമ്മൾ അവകാശമാക്കി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പം ആ വ്യക്തിയുടെ മുഖം നല്ല തെളിഞ്ഞ് പ്രസാദിച്ച മുഖമായിരിക്കും. കാര്യം രോഗമുണ്ട്. ആ അൽഫോൻസാമ ഒരുപാട് രോഗിയായിരുന്നു, ശരീരം എടുത്താൽ പൊങ്ങാത്ത രോഗവും വേദനയുള്ള ആളായിരുന്നു അൽഫോൻസാമ. പക്ഷെ മുഖമൊക്കെ നല്ല പ്രസാദിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഒരുപാട് വിശുദ്ധന്മാർ അഗ്നിക്കകത്തും തീക്കകത്തും കുരിശേലൊക്കെ കടന്ന് മരിച്ചത്, പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് ആ ദൈവദൂതൻ്റെ മുഖം പോലെ തിളങ്ങി. എസ്തപ്പാനോസിൻ്റെ മുഖം കല്ലേറ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മുഖം ദൈവദൂതൻ, കാരണം എന്താ, ഈ സ്വർഗത്തിൻ്റെ ആ സ്വന്തം ആ ഒരു നിത്യത സ്വന്തമാക്കിക്കൊണ്ട് മുഖം കണ്ട് തിളങ്ങുകയാണ് തന്നെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. അതാണ് വിശുദ്ധം പറയണത്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അന്ന് കാണും.
കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇത് നമ്മൾ വായിക്കുന്നത് യുവജന മതബോധന ഗ്രന്ഥം യുകാറ്റ് എന്ന പുസ്തകത്തിലാണ് നമ്മളിത് മാർപ്പാപ്പടി പ്രബോധനം നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കിട്ടിയ ചില വിവരണങ്ങൾ പറയാൻ മാത്രമേ പറ്റൂ. ഇതെന്താണെന്ന് വിവരിക്കാൻ എനിക്കും വാക്കുകളില്ല. ഹല്ലേലൂയ. പക്ഷേ ബൈബിളിൽ ഈ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ ദൈവവചനം നമുക്ക് തരുന്നുണ്ട്. ആദ്യമായിട്ട് ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് പിതാവ് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള രാജ്യമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്തോസ് 2:9 തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് സജ്ജീകരിച്ചിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ആരാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്? പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വായിക്കുന്നത് ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതമാണ്. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അബ്രാഹത്തെക്കുറിച്ചും പൂർവ്വപിതാക്കളെക്കുറിച്ചും ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. ഹെബ്രായ 11-ാം അധ്യായം 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലിക കൂടാരങ്ങളിൽ വസിക്കുന്നവരാണ്. നമ്മുടെ വീട് താൽക്കാലിക കൂടാരമാണ്. 10, 30, 40 വർഷത്തേക്ക് താൽക്കാലികം താമസിക്കുന്ന ടെൻറ്റ് മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു പന്തലിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നിത്യ കൂടാരമാണോ? വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് മൂടും തട്ടി നമ്മൾ എഴുന്നേറ്റ് പോകും, ശരിയല്ലേ? അതേമാതിരി ഈ ഭൂമിയിലുള്ള നമ്മുടെ വീട് ഒരു താൽക്കാലിക ഷെഡാണ്, ഒരു താൽക്കാലിക കൂടാരമാണ്. നമ്മുടെ ശരിക്കുള്ള വീടിനോട് തുലനം ചെയ്യുമ്പോൾ ഭൂമിയിലെ ഷെഡ് ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരിക്കുള്ള നമ്മുടെ സ്വന്തം വീടിനോട് തുലനം ചെയ്യുമ്പോൾ ഈ ഷെഡ് നല്ല ഷെഡാണോ? ഇതിനേക്കാൾ നല്ലതാണ് നമുക്കുള്ള സ്വന്തം വീട്, ശരിയല്ലേ? ശരിയല്ലേ? ഇതേപോലെ നമുക്ക് പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന വീടിനോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയുള്ള ഏറ്റവും മനോഹരമായ കൊട്ടാരം പോലും ഒന്നുമല്ല, അതിൻ്റെ പടിപ്പറയുടെ അത്രയും പോലും ഗുണമില്ലാത്തതാണ്. ഹല്ലേലൂയ. അതേപോലെയുള്ള ഒരു കൊട്ടാരം, അതേപോലെയുള്ള ഒരു വീട്, ഒരവസ്ഥ, ഒരു സംവിധാനം എൻ്റെ പിതാവായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഹെബ്രായ 11:10 വചനം പഠിപ്പിക്കുകയാണ്. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അത് അടിസ്ഥാനം ഉറപ്പിച്ചതും സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അപ്പനായ സ്വർഗസ്ഥനായ പിതാവ് ഉറപ്പിച്ച് നിർമ്മിച്ച് സംവിധാനം ഇട്ട് അത് അടിസ്ഥാനം ഉറപ്പിച്ച് പണിത് വെച്ചിരിക്കുന്ന ആ കൂടാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പ്രതീക്ഷയോടെ ഒരുങ്ങണമെന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ.